പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ജൂൺ മാസം 23 തീയതി ഞായറാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതു ആഴ്ചവട്ടത്തിലേക്ക്, ഒരു പുത്തൻ വിശുദ്ധ ദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നാം ഏവരും ആയിരിക്കുന്നിടങ്ങളിൽ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ബലപ്പെട്ട ദൈവകൃപ അനുഭവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 103 സങ്കീർത്തനം 11 വാക്യം. സാംസ് 103 വേഴ്സ് 11 നാം ഇപ്രകാരം വായിക്കുന്നു: ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. 103 സങ്കീർത്തനം സ്തോത്രത്തിൻ്റെയും സ്തുതിയുടെയും താങ്ക്സ് ഗിവിങ്ങിൻ്റെയും സങ്കീർത്തനമായി ക്രൈസ്തവ ജനത ഉൾക്കൊള്ളുന്നു. നമ്മുടെ സന്തോഷ സ്തോത്രവേളകളിൽ ഈ സങ്കീർത്തനം പാടി നാം ദൈവത്തിന് മഹത്വം കൊടുക്കാറുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ തന്നെയാണ്. താഴോട്ടുള്ള വാക്യങ്ങളൊക്കെയും നമ്മളെ ശക്തമായി ബലപ്പെടുത്തുകയും ആത്മീയമായി നവോത്ഥാനം നൽകുകയും ചെയ്യുന്നവയാണ്. നമുക്ക് ഇന്ന് ലഭിക്കപ്പെട്ട 11 വാക്യം പറയാണ്: ആകാശം ഭൂമിക്ക് മീതെ എത്രത്തോളം ഉയർന്നിരിക്കുന്നു, അഥവാ എത്രത്തോളം ദൂരമുണ്ട്, അകലമുണ്ട്, അതുപോലെയാണ് എന്ന് പറഞ്ഞാൽ അളന്ന് തിട്ടപ്പെടുത്തുവാൻ കഴിയാതെ വണ്ണം തൻ്റെ ഭക്തന്മാരോട് ദൈവത്തിൻ്റെ കരുതൽ, സ്നേഹം, ദയ അത്രത്തോളം വലുതാണ് എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും അളന്ന് നിജപ്പെടുത്തുവാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും ഉന്നതമാണ്, ഉദാത്തമാണ്. പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ പലപ്പോഴും നമ്മൾ നിരാശയിലും സങ്കടത്തിലും വിഷമത്തിലും ഒക്കെ ആകുമ്പോൾ പറയാറുണ്ട്: എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലയോ? ഞാൻ ഇത്രയും ഉപവസിച്ചിട്ടും കരഞ്ഞിട്ടും പ്രാർത്ഥന കഴിച്ചിട്ടും ദൈവവേലയ്ക്ക് കൊടുത്തിട്ടും ശുശ്രൂഷയിലായിരുന്നിട്ടും എനിക്ക് വേണ്ട ഒരു മേൽഗതി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഉയർച്ച, ഇവയൊന്നും ലഭിക്കാതെ വല്ലാത്ത ഒരു അവസ്ഥയിലാണല്ലോ. ഇതൊക്കെ സാധാരണ നിലയിൽ മനുഷ്യ ജീവിതത്തിൽ ചോദ്യങ്ങളും സംശയങ്ങളും പിറുപിറുപ്പുകളും ഒക്കെ ഉണ്ടാവും. എന്നാൽ അങ്ങനെയുള്ള എല്ലാവരോടുമുള്ള മറുപടിയാണ് 103 സങ്കീർത്തനം 11 വാക്യം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദയ തൻ്റെ ഭക്തന്മാരോട് എത്ര വലുതാണ്, എത്ര ശ്രേഷ്ഠമാണ്, എത്ര ഉന്നതമാണ് എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം. അതുകൊണ്ട് നാം പിറുപിറുക്കുകയും പലപ്പോഴും പരാതി പറയുകയും പിന്മാറ്റത്തിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ ഒരു നിമിഷം ഓർക്കണം, ദൈവത്തിൻ്റെ കരുതൽ എത്രയോ വലുതാണ്. പലപ്പോഴും നമ്മൾ ആ നിലയിൽ എത്തുന്നത് നമ്മൾ ശഠിക്കുന്ന, നമ്മൾ നിർബന്ധിക്കുന്ന സമയത്ത് നമ്മുടെ കാര്യം നടക്കണം. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ നിരാശയിലാകുന്നത്. അല്ല, ദൈവത്തിൻ്റെ സമയത്ത് ദൈവഹിതം എന്നിൽ നിശ്ചയമായി നിറവേറും എന്നൊരു തിരിച്ചറിവ്, എന്നൊരു മനോബോധം നമ്മിലുണ്ടെങ്കിൽ പിന്നെ പിറുപിറുക്കുകയില്ല, പരാതിപ്പെടുകയില്ല. പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സമയം വരെ ക്ഷമയോടെ കാത്തിരിക്കും. ഈ വിശുദ്ധ ദിനം അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ സ്നേഹം നമുക്കാർക്കും എണ്ണി തിട്ടപ്പെടുത്തുവാനോ അളന്ന് നിജപ്പെടുത്തുവാനോ കഴിയുകയില്ലേ? ഇല്ല. ആകയാൽ ആ ദൈവത്തെ പിൻപറ്റി പ്രാർത്ഥനയോടെ മുന്നേറുവാൻ ഇന്നത്തെ ദിനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ. ആരെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള സങ്കടത്തിലോ വിഷമത്തിലോ ഭാരത്തിലോ തളർച്ചയിലോ തകർച്ചയിലോ ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തോട് അടുക്കുക. ഈ വാക്യങ്ങൾ ആവർത്തിച്ച് വായിക്കുക. എൻ്റെ ദൈവത്തിന് എന്നോട് എത്ര കരുതലാണുള്ളത്, ഞാനത് തിരിച്ചറിയാതെ പോയല്ലോ, ഞാനത് അറിയാതെയാണല്ലോ പിറുപിറുത്തത്, പിന്തിരിഞ്ഞു പോയത്, ചോദ്യം ചെയ്തത്. അങ്ങനെ നമ്മളെ തന്നെ സമർപ്പിച്ച്
ഒരു മടങ്ങി വരവിന് തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ ദയ നിശ്ചയമായും, കരുതൽ നിശ്ചയമായും, സ്നേഹം നിശ്ചയമായും നമ്മെ ചുറ്റിക്കൊള്ളും. അങ്ങനെ ധന്യമായ ഒരു ജീവിതത്തിന്റെ ഉടമകളായി നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ സേവിപ്പാനും സ്നേഹിപ്പാനും സാക്ഷിപ്പാനും ഇടയാകട്ടെ. അതിന് ഇന്നത്തെ വിശുദ്ധ ദിനത്തിലെ ആരാധനയും നമ്മെ സഹായിക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. മഹാദയും മനസ്സലിയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്കാർക്കും നിജപ്പെടുത്തുവാൻ കഴിയാതെ വണ്ണം അവിടുത്തെ ദയയും കരുതലും സ്നേഹവും എത്രയോ ഉന്നതമാണെന്ന് ദാവീദിന്റെ സങ്കീർത്തനത്തിൽ കൂടി ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഭാരത്തിലെ, വേദനയിലെ, സങ്കടത്തിലെ, വിഷമത്തിലായിരിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ അവിടുന്ന് കാണണമേ, അറിയണമേ, ഭാരങ്ങളെ മാറ്റണമേ. ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദിനമാക്കണമേ. അങ്ങനെ ഞങ്ങളങ്ങേ ആരാധിപ്പാനും ആരാധനയിൽ കൂടെ അങ്ങേ മഹത്വപ്പെടുത്തുവാനും ഈ പുത്തനാഴ്ചവട്ടക്കാലം ദൈവകൃപയോടെ ജീവിപ്പാനും ഞങ്ങളേവരെയും ഒരുക്കണമെന്ന് യേശുമിശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ ദൈവത്തിൻ്റെ ദയ നമുക്കാർക്കും നിജപ്പെടുത്തുവാൻ കഴിയുന്നതല്ല. ആ ദയ വേണ്ടുവോളം അനുഭവിച്ച് നമ്മേവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകൃപയോടെ ജീവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മളെ സഹായിക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.